നമുക്ക് ഇന്ന് ഒരു കോളിഫ്ലവർ വെച്ച് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിൽ പുഴുവൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കളയണ്ടേ നോക്കാം. അതറിയാമോ, പുഴു ഉണ്ടാകുമെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളുണ്ടാവും കേട്ടോ. ഞാൻ കോളിഫ്ലവർ വളർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് കോളിഫ്ലവർ വിത്ത് മേടിച്ച് നമുക്ക് വളർത്താം കേട്ടോ. തൈകൾ നട്ടും നമ്മുടെ ഇവിടെ ഉണ്ടാവും കോളിഫ്ലവർ. ക്യാബേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ്. ഗ്രോ ബാഗിൽ വെച്ച് ടെറസിൻ്റെ മുകളിൽ വെച്ച് ഒത്തിരി ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പുഴുക്കളെയൊക്കെ കളയണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴു ഉണ്ടാവും കേട്ടോ. ഇനി ഒരു സവാള നമുക്കിത് ഇതെടുത്തിട്ട് നമുക്ക് വട്ടത്തിലരിയാം കേട്ടോ. നീളത്തിലല്ല, വട്ടത്തിലരിയാം കേട്ടോ. സവാള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, പിന്നെ ഇത് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഒന്നും കൂടി വേണമെങ്കിൽ ചതയ്ക്കാം. ഞാനിത് ഒരിത്തിരി ഇങ്ങനെ ചതച്ചിട്ടുള്ളൂ, കല്ലിൽ വെച്ച് ചതച്ചതാണ്. നല്ലോണം ചതയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ നല്ലോണം ചതയ്ക്കാം കേട്ടോ. പിന്നെ നമുക്കപ്പോൾ ഇനി കുറച്ച് വേപ്പിലയും കൂടി വേണം. കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ദേ നമ്മൾ ആ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചില്ലേ, അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് നമുക്ക് വഴറ്റാം. അതിന് ശേഷം തക്കാളി ഇടാം കേട്ടോ. പൊടിയൊക്കെ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടിയെല്ലാം വഴറ്റി കഴിയുമ്പോൾ തക്കാളി ചേർത്ത് വഴറ്റാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിന് ശേഷം നമുക്ക് കോളിഫ്ലവറും ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ ദേ തക്കാളി നല്ലോണം വെന്ത് കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതേ കോളിഫ്ലവർ ഇല്ലേ, നമ്മൾ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകി വെച്ചതിന് കോളിഫ്ലവർ ഇട്ട് ഒന്ന് വേവിക്കാം. കോളിഫ്ലവർ നല്ല വെന്ത് നല്ല ചാറ് കറി പരുവത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തക്കാളി സോസ്, നമ്മളെ ടൊമാറ്റോ സോസേ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒഴിക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു കളറിനും പിന്നെ ഒരു പുളി ഒക്കെ കിട്ടാനായിട്ട്. തക്കാളി ചേർത്തിട്ടുണ്ട് ഓൾറെഡി, എന്നാലും ഞാൻ ഇത്തിരി ടൊമാറ്റോ സോസും സോയാ സോസും ഉണ്ടെങ്കിൽ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കാറുണ്ട്. ഇതിപ്പോൾ സാധാരണ ക്യാപ്സിക്കം ഒന്നുമില്ല. വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, പിന്നെ മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെള്ളയപ്പത്തിനൊക്കെ കൂട്ടാൻ നല്ല കറിയാട്ടോ.